ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് വലക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് പൂവാലൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തനുവിന് ലഞ്ച് ബോക്സിലേക്ക് ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു ബിരിയാണി ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് തലേ ദിവസമാണ് റൈസ് വേവിച്ച് എല്ലാം എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് എടുത്ത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ അരമണിക്കൂർ ഞാൻ ബിരിയാണി റൈസ് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചെറിയൊരു കലം വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക്, 2 കഷ്ണം ഏലയ്ക്ക, കറുവപ്പട്ട, തക്കോലം, ജാതിപത്രി, കുരുമുളക്, ഇത്രയും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനകത്തേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കല്ലുപ്പും ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നിന്ന് തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ബേക്കറിയിലേക്ക് കിഴങ്ങ് ബോണ്ട കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ തലേദിവസം നൈറ്റ് കിഴങ്ങൊക്കെ ഇതുപോലെ അരിഞ്ഞ് കഴുകി നമ്മളുടെ കുക്കറിലാണിത് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് രാവിലെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. വെള്ളം മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വഴക്കാളിയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പിടിച്ചുകൊണ്ടാണ് ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ദുവയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അരി നോക്കുകയാണ്. അപ്പോൾ അരി വെന്ത് ഇച്ചിരി കൂടി വേകാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കിഴങ്ങ് ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സവോള ഇതുപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു തരം ബാക്ടീരിയ ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സവാള ഞാൻ പുള്ളിക്കാരത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കഴുകി കൊടുത്തതാണ് കേട്ടോ. ശകല നേരം അതുമായിട്ടിരുന്നു. പിന്നെ വീണ്ടും പഴയപടി തന്നെ എൻ്റെ കയ്യിൽ തന്നെ കയറി പുള്ളി. അപ്പോൾ അതിനിടയ്ക്ക് ദുവക്ക് കഞ്ഞി നൈറ്റ് ഞാൻ കഞ്ഞി മിക്സിയിൽ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഉച്ചക്ക് മാത്രം എന്നാണ് ഞാൻ ചോറ് ഞെരടി അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് റൈസ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും ശകലം വെളിച്ചെണ്ണ കൂടി അതിനകത്തിട്ട് ദുവയ്ക്ക് കഞ്ഞി കൊടുത്തു. അപ്പോൾ ഞാൻ ചൂടാറിയിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അത് വേണ്ടിയിട്ട് ഫാനിട്ട് റൈസ് ചൂടാറാനായിട്ട് വെച്ചു. അപ്പോൾ ഒരാളെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇരുത്തി ഓരോ സാധനങ്ങളൊക്കെ കൈ കൊടുത്തിട്ടാണ് കഞ്ഞി കൊടുത്തത്. അതിനുശേഷം ഇത് കണ്ട ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ ഹാങ് ഓവറാണ് ഈ കാണുന്നത്. ആ മുഖത്ത് ആ ഒരു ഭാവവ്യത്യാസങ്ങളൊക്കെ ഡബ് ചെയ്യുമ്പോൾ ദുവ കൂടെ ഉള്ളതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഇവിടെ ഒരാൾ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ നാളത്തേക്കുള്ള കൊല അങ്ങ് തൂക്കി തരുവാണ് തങ്കുക്കുട്ടൻ. അപ്പോൾ ഇത് തലേദിവസത്തെ കുറച്ച് പഴം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല മത്തിക്കറിയാണ് ഇന്ന് വെച്ചിരുന്നത്. മത്തിക്കറിയും ചെറിയ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയതുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൈ ഒന്ന് ഇടയ്ക്ക് സവോള അരിഞ്ഞപ്പോഴത്തേക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടേ മുറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുടിയിലും ഇതിലൊക്കെ ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തങ്കു ജസ്റ്റ് അതൊന്ന് കിട്ടും. അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ്. അപ്പോൾ പിറ്റേ ദിവസം തനുവിന് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഉച്ചക്ക് ചോറിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതുപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ അരിഞ്ഞൊരു ബോക്സിനകത്താക്കി വെക്കും. അങ്ങനെയാണ് നമുക്ക് പിറ്റേ ദിവസം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ദുവക്ക് ആ ചില്ലുകുപ്പിയിൽ കാണിച്ചിരിക്കുന്നത് ദുവയ്ക്ക് പുല്ലും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് അരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ചോറ് കഴിച്ചു. ചിലപ്പോൾ തന്നെ ചോറ് കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനോ തങ്കോ അല്ലെങ്കിൽ അമ്മയോ രാത്രി വാരി കൊടുക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടി തീരും. അതുകൊണ്ടിട്ടാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ വെച്ച് TV ഒക്കെ കണ്ട് പതുക്കെ ചോറ് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നൈറ്റത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ അടുക്കളയെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ എണീറ്റ് വരാൻ നേരത്തെ ഒരു ഫ്രഷ് മൈൻഡാണ് നമുക്ക്. അപ്പോൾ നൈറ്റ് ഞാൻ ഒരു ഗ്ലാസ് കുടിക്കും ദുവയ്ക്ക് പാല് കൊടുക്കുന്നത് കൊണ്ടിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുകയാണ് കുപ്പിയിൽ. അപ്പോൾ ചെമ്മീൻ ചോറിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു ഈവനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോ നെക്സ്റ്റ് ടൈം വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.